ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. മുട്ട ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ്. മുട്ടകൾ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, അവശ്യ അമിനോ ആസിഡുകൾ, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ്. മുട്ടയുടെ സ്ഥിരമായ ഉപയോഗം പേശികളുടെ വളർച്ചയെ പിന്തുണയ്ക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്താനും സഹായിച്ചേക്കാം. മുട്ട പുഴുങ്ങിയോ പൊരിച്ചോ ഓംലെറ്റായോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ പാചകം ചെയ്യാവുന്നതാണ്. ഇത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവയ്ക്ക് അനുയോജ്യമാകുന്നു. എന്നിരുന്നാലും മുട്ടകൾ ഗുണങ്ങളാൽ സമ്പന്നമാണെങ്കിലും അവയോടൊപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവയുടെ പോഷകങ്ങൾ ശരീരം എത്രത്തോളം ആഗിരണം ചെയ്യുന്നു എന്നതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മുട്ടയോടൊപ്പം കഴിക്കരുതാത്ത 5 ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സോയാ മിൽക്ക്. സോയാ മിൽക്ക് സാധാരണ പാലിന് പകരം വെക്കാവുന്ന പോഷക ഗുണമുള്ള ഒന്നാണ്. ഇത് ഒറ്റയ്ക്ക് മുട്ടയോടൊപ്പം കഴിക്കുന്നത് പ്രോട്ടീൻ ആഗിരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. മുട്ടയിലും സോയയിലും ഉയർന്ന അളവിൽ പ്രോട്ടീനുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാകുന്നതും നല്ലതല്ല. ഇത് ആഗിരണത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് ശരീരത്തിന് 2 ഭക്ഷണങ്ങളിലെയും പോഷകങ്ങളിൽ നിന്ന് പൂർണ്ണമായി പ്രയോജനം ലഭിക്കില്ല. മുട്ടയും സോയാപ്പാലും പ്രത്യേകം കഴിക്കുന്നതാണ് നല്ലത്, ഒന്നുകിൽ വ്യത്യസ്ത ഭക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ. രണ്ടാമത്തേതാണ് ചായ. പലരും മുട്ടയോടൊപ്പം ചായ കുടിക്കാറുണ്ട്, പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണത്തിന്. ഇത് നല്ലതല്ലെന്നാണ് പറയുന്നത്. തേയിലയിൽ പോളിഫെനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ ശരീരം വലിച്ചെടുക്കുന്നത് തടയുന്നു. ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് മുട്ടയോടൊപ്പം ചായ കുടിക്കുന്നത് പ്രോട്ടീൻ ആഗിരണത്തെ ഏകദേശം 17% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പോഷകങ്ങളുടെ ആഗിരണം കുറയുന്നതിന് പുറമെ ഗ്യാസ്, വീക്കം, മലബന്ധം അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അവ രണ്ടും പ്രത്യേകം കഴിക്കുന്നതാണ് നല്ലത്. അവയ്ക്കിടയിൽ കുറഞ്ഞത് 30-60 മിനിറ്റ് ഇടവേള നൽകുക. മൂന്നാമത്തേതാണ് പഞ്ചസാര. മുട്ടയോടൊപ്പം ഒഴിവാക്കേണ്ട മറ്റൊരു ഘടകമാണ് പഞ്ചസാര. മുട്ടകൾ പ്രോട്ടീൻ്റെയും അമിനോ ആസിഡുകളുടെയും മികച്ച ഉറവിടമാണെങ്കിലും പഞ്ചസാര മുട്ടകളിലെ അമിനോ ആസിഡുകളുമായി സംയോജിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുന്നു. ഈ പ്രവർത്തനം ശരീരത്തിൽ ദോഷകരമായ സംയുക്തങ്ങൾ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇടയ്ക്കിടെയുള്ള ഉപയോഗം ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും സന്തുലിതവും സുരക്ഷിതവുമായ ദഹന പ്രക്രിയ നിലനിർത്തുന്നതിന് മധുരമുള്ള ഭക്ഷണങ്ങളോ മധുരമുള്ള പാനീയങ്ങളോ മുട്ടയോടൊപ്പം കഴിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു. നാലാമത്തേതാണ് വാഴപ്പഴം. മുട്ടയും വാഴപ്പഴവും പോഷക സമൃദ്ധമാണെങ്കിലും 2 ഭക്ഷണങ്ങളും സാന്ദ്രതയുള്ളതും വയറ്റിൽ വിഘടിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതുമാണ്. അവ ഒരുമിച്ച് കഴിക്കുന്നത് വീക്കം, മന്ദഗതിയിലുള്ള ദഹനം, ഭാരമുള്ളതായി തോന്നുക എന്നിവയ്ക്ക് കാരണമായേക്കാം. മുട്ടയും വാഴപ്പഴവും പ്രത്യേകം സമയങ്ങളിൽ കഴിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് പ്രഭാത ഭക്ഷണത്തിന് മുട്ടയും പ്രഭാത ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണശേഷം ഒരു വാഴപ്പഴവും കഴിക്കാം. ഇത് ശരീരത്തിന് ഓരോ ഭക്ഷണവും കൂടുതൽ കാര്യക്ഷമമായി ദഹിപ്പിക്കാനും പരമാവധി പോഷക പ്രയോജനം നേടാനും സഹായിക്കും. അഞ്ചാമത്തേതാണ് മാംസം. മുട്ടയോടൊപ്പം മറ്റ് മാംസങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം, പ്രത്യേകിച്ച് വലിയ അളവിൽ. മുട്ടയും മാംസവും പ്രോട്ടീൻ്റെയും കൊഴുപ്പിൻ്റെയും മികച്ച ഉറവിടങ്ങളാണ്. ഇത് ദഹനത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറുന്നു. ദഹന വ്യവസ്ഥയെ അമിതമായി ഭാരപ്പെടുത്തുന്നത് ഭക്ഷണശേഷം അസ്വസ്ഥത, ക്ഷീണം, മന്ദത എന്നിവയ്ക്ക് കാരണമായേക്കാം. ഇത് താൽക്കാലികമായി ഉപാപചയ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കാനും സാധ്യതയുണ്ട്. ഇത് ദിവസത്തിലെ ഊർജ്ജ നിലകളെ ബാധിച്ചേക്കാം. സുഗമമായ ദഹനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ചുവന്ന മാംസം അല്ലെങ്കിൽ സംസ്കരിച്ച മാംസം പോലുള്ള മറ്റ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുമായി സംയോജിപ്പിക്കുന്നതിന് പകരം പച്ചക്കറികൾ, ധാന്യങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ പോലുള്ള ലഘുവായ ഭക്ഷണങ്ങളുമായി ചേർക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.